ഇറാനുമായുള്ള വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദങ്ങൾ തള്ളി ഇറാൻ തങ്ങളുടെ ആണവ ശേഖരം നശിപ്പിക്കുമെന്ന് കരാറിൽ വ്യവസ്ഥയുണ്ടെന്ന ട്രംപ് ഇന്നലെ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. എന്നാൽ ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട അമേരിക്കയുമായി ഈ ഘട്ടത്തിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് ഇറാൻ വിദേശകാര്യ വക്താവ് അറിയിച്ചതായി ഇറാൻ റവല്യൂഷണറി ഗാർഡുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾ പറഞ്ഞു. യുദ്ധം അവസാനിപ്പിക്കുന്നതിലാണ് തങ്ങളുടെ ശ്രദ്ധയെന്നും ആണവ വിഷയം ചർച്ചയിലില്ലെന്നും വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഖായി വ്യക്തമാക്കിയിട്ടുണ്ട്. 60 ദിവസത്തേക്ക് വെടിനിർത്തൽ നീട്ടാനും തുടർ ചർച്ചകൾ ആരംഭിക്കാനുമുള്ള ധാരണാപത്രത്തിന് ഇരു രാജ്യങ്ങളും വ്യാഴാഴ്ച അംഗീകാരം നൽകിയിരുന്നതായും US ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ആണവ സാമഗ്രികൾ നശിപ്പിക്കുന്നതിനെക്കുറിച്ച് ഈ ധാരണാപത്രത്തിൽ വ്യവസ്ഥകളിൽ ഒന്നുമില്ല എന്നതാണ് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഫാർസ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ട്രംപിന്റെ പ്രസ്താവനകൾ സത്യവും അസത്യവും കലർന്നതാണെന്നും അവർ കുറ്റപ്പെടുത്തി. അതേസമയം ഇറാനുമായുള്ള വെടിനിർത്തൽ നീട്ടുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിളിച്ചു ചേർത്ത ഉന്നതതല യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു. വൈറ്റ് ഹൌസിലെ സുപ്രധാന പ്രതിസന്ധികൾ കൈകാര്യം ചെയ്യുന്ന സിറ്റുവേഷൻ റൂമിൽ ഇന്നലെയായിരുന്നു യോഗം. ഏതായാലും US ഇറാനുമായുള്ള വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട ട്രംപിന്റെ വാദങ്ങളെല്ലാം ഇറാൻ തള്ളുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇറാൻ തങ്ങളുടെ ആണവ ശേഖരം നശിപ്പിക്കുമെന്ന കരാറിൽ വ്യവസ്ഥയുണ്ടെന്ന് ട്രംപ് ഇന്നലെ അടക്കം പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഈ വാദം പൂർണ്ണമായും ഇറാൻ തള്ളുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട അമേരിക്കയുമായി ഈ ഘട്ടത്തിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്നതാണ് ഇറാൻ വിദേശകാര്യ വക്താവ് അറിയിക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കുന്നതിലാണ് തങ്ങളുടെ ശ്രദ്ധയെന്നും ആണവ വിഷയം ചർച്ചയിലില്ലെന്നും വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഖായി വ്യക്തമാക്കിയിട്ടുമുണ്ട്. 60 ദിവസത്തേക്ക് വെടിനിർത്തൽ നീട്ടാനും തുടർ ചർച്ചകൾ ആരംഭിക്കാനുമുള്ള ധാരണാപത്രത്തിൽ ഇരു രാജ്യങ്ങളും വ്യാഴാഴ്ച അംഗീകാരം നൽകിയിരുന്നതായി US ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ആണവ സാമഗ്രികൾ നശിപ്പിക്കുന്നതിനെക്കുറിച്ച് ഈ ധാരണാപത്രത്തിൽ വ്യവസ്ഥകളൊന്നുമില്ല എന്നതാണ് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ട്രംപിന്റെ പ്രസ്താവനകൾ സത്യവും അസത്യവും കലർന്നതാണെന്നും അവർ കുറ്റപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇറാനുമായുള്ള വെടിനിർത്തൽ നീട്ടുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ US പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് വിളിച്ചു ചേർത്ത ഉന്നതതല യോഗം തീരുമാനമാകാതെ പിരിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. വൈറ്റ് ഹൌസിലെ സുപ്രധാന പ്രതിസന്ധികൾ കൈകാര്യം ചെയ്യുന്ന സിറ്റുവേഷൻ റൂമിൽ ഇന്നലെയായിരുന്നു യോഗം ചേർന്നത്. എന്നാൽ ഒരു തീരുമാനവും എടുക്കാതെ ഈ വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ കഴിയാതെ ഈ ഉന്നതതല യോഗം പിരിയുകയായിരുന്നു. ബംഗളൂരുവിലെ വിജയനഗറിൽ കനത്ത മഴയെ തുടർന്ന് മതിൽ ഇടിഞ്ഞു വീണ് ഓട്ടോറിക്ഷ ഡ്രൈവർ മരിച്ചു. വിജയനഗർ ക്ലബിന്റെ കോമ്പൗണ്ട് മതിൽ ഇടിഞ്ഞു വീണാണ് ഗംഗോണ്ടഹള്ളി സ്വദേശി സിബറോയ എന്ന ഓട്ടോ ഡ്രൈവർ മരിച്ചത്. ക്ലബിന്റെ നീന്തൽ കുളത്തോട് ചേർന്നുള്ള മതിലിന് ഏകദേശം 15 മുതൽ 20 അടി വരെ ഉയരമുണ്ടായിരുന്നു. തകർന്ന വാഹനത്തിനും അവശിഷ്ടങ്ങൾക്കുമിടയിൽ കുടുങ്ങിയ ശിവബോറയ സംഭവ സ്ഥലത്ത് തന്നെ മരിക്കുകയായിരുന്നു. കുടുംബം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യും. കഴിഞ്ഞ ഒരു മാസത്തിനിടെ നഗരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന രണ്ടാമത്തെ മതിലിടിഞ്ഞ് വീഴൽ സംഭവമാണിത്. ബംഗളൂരിലെ വിജയനഗറിലാണ് കനത്ത മഴയെ തുടർന്ന് മതിൽ ഇടിഞ്ഞു വീണ ഓട്ടോ ഡ്രൈവർക്ക് ജീവൻ നഷ്ടമായത്. വിജയനഗർ ക്ലബിന്റെ കോമ്പൗണ്ട് മതിൽ ഇടിഞ്ഞു വീണാണ് ഈ സംഭവമുണ്ടായത്. ശിവബോറയ്യ എന്ന ഓട്ടോ ഡ്രൈവറാണ് മരിച്ചത്. ക്ലബിന്റെ നീന്തൽ കുളത്തോട് ചേർന്നിരുന്ന മതിലിന് ഏകദേശം 15 മുതൽ 20 അടി വരെ ഉയരമുണ്ടായിരുന്നു. തകർന്ന വാഹനത്തിനും അവശിഷ്ടങ്ങൾക്കും ഇടയിൽ കുടുങ്ങിയ ശിവബോറയ്യ സംഭവ സ്ഥലത്ത് തന്നെ മരിക്കുകയായിരുന്നു. കുടുംബം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ നഗരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന രണ്ടാമത്തെ സമാനമായ സംഭവമാണിത്. കർണാടക വിജയപുരയിൽ ഭൂമി തർക്കത്തെ തുടർന്ന് 6 പേരെ വെടിവെച്ചും വെട്ടിയും കൊലപ്പെടുത്തി. ഗോവിന്ദപൂർ ഗ്രാമത്തിലാണ് നാടിനെ നടക്കിയ സംഭവം നടന്നത്. ചന്തു നിരാലെ, തുന്തപ്പ, ശിവപുത്ര, രാഹുൽ, സമർ, ഷബീർ നദാദ് എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഗ്രാമത്തിലെ നിരാലി ഗോളകി കുടുംബങ്ങൾ തമ്മിൽ ദീർഘകാലമായി നിലനിന്നിരുന്ന ഭൂമി തർക്കമാണ് കൂട്ടക്കൊലയിൽ കലാശത്. 6 പേരെയും വെടിവെച്ച് വീഴ്ത്തിയ ശേഷം വെട്ടിക്കൊലപ്പെടുത്തി എന്നതാണ് പുറത്തുവരുന്ന വിവരം. ഗോളകി കുടുംബാംഗങ്ങളും ആണ് ഈ ആക്രമണത്തിന് പിന്നിൽ എന്നതാണ് പോലീസ് സംശയിക്കുന്നത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കേസിൽ ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല.